പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 3-ലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റൻ എന്താണെന്ന് നോക്കാം. സോൾവ് ഫോർ എക്സ് ആൻഡ് വൈ. a minus b into x plus b into y is equal to a square minus 2ab plus b square and a plus b into x plus y is equal to a square plus b square. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. ഇവിടെ ദാ എക്സും വൈയുമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നോക്കിയാൽ തന്നിരിക്കുന്നത് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്നാണ്. അപ്പോൾ ഇതിനെ കൂടെ നിങ്ങൾ ഈ ഒരു ഫോമിലാക്കി എഴുതണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻസ് ഒന്ന് എടുത്തെഴുതാം. എ മൈനസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു വൈ is equal to a square minus 2ab minus b square. This is equation number 1. ഇനി അടുത്ത ഇക്വേഷൻ എടുത്തെഴുതുന്നു. a plus b into x plus y is equal to a square plus b square. അപ്പോൾ ഇതിനെ ഞാനൊന്ന് a plus b കൊണ്ട് എക്സിനെയും a plus b കൊണ്ട് വൈയെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? a plus b into x plus a plus b into y is equal to a square plus b square. ഇപ്പോൾ അതാ ഇത് ഇക്വേഷൻ നമ്പർ 2. ഇപ്പോൾ നമ്മുടെ ഈ രണ്ട് ഇക്വേഷനും എക്സിൻ്റെയും വൈയുടെയും വേരിയബിളിലായി. ഈ എ പ്ലസ് ബി കൊണ്ട് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്തു, എ പ്ലസ് ബി കൊണ്ട് വൈയെ മൾട്ടിപ്ലൈ ചെയ്തു. മനസ്സിലായല്ലോ? ഇനി എന്ത് ചെയ്യണം? ഇനി ഇതാ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും നോക്കിയേ. വൈയുടെ കോഎഫിഷ്യൻറ്റുകൾ നമുക്കിവിടെ സെയിം ആണ്. പക്ഷേ സൈനും എന്ത് തന്നെയാണ്? രണ്ടും പ്ലസ് തന്നെയാണ്. അപ്പോൾ ഇത് എലിമിനേറ്റ് ആയി പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ഷൻ ചെയ്യണം അല്ലേ? സബ്ട്രാക്ഷൻ ചെയ്തെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? സബ്ട്രാക്റ്റിംഗ് 2 ഫ്രം 1. 1-ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2. 1-ൽ നിന്ന് 2 സബ്ട്രാക്റ്റിംഗ് ഇക്വേഷൻ 2 ഫ്രം 1. 1-ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇതും ക്യാൻസൽ ആയിപ്പോവും അല്ലേ? അപ്പോൾ ഞാൻ ഇക്വേഷൻ ഇങ്ങോട്ടൊന്ന് എഴുതിയിട്ട് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടി ഈസി ആയിരിക്കുമേ. എ മൈനസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു വൈ ഇസ് ഇക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab മൈനസ് ബി സ്ക്വയർ. അടുത്തത് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു വൈ ഈസ് ഇക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ നമ്മളിവിടെ സബ്ട്രാക്ഷൻ ആണ് ചെയ്യുന്നത്. സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ എന്താവും? സൈനുകളെല്ലാം ചേഞ്ച് ആവും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് സൈൻ ഇടുന്നത് കൊണ്ട് ഇതിന് ഞാനിവിടെ ഒരു ബ്രാക്കറ്റ് കൊടുക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ തെറ്റായിരിക്കും കേട്ടോ. അപ്പോൾ 1 പ്ലസും 1 മൈനസുമായി ഈ ടേം ക്യാൻസലായിപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ മൈനസ് ബി മൈനസ് എ പ്ലസ് ബി. എക്സ് ഞാൻ കോമൺ എടുക്കുന്നു. ഓക്കെ, എക്സ് ഞാനിങ്ങനെ കോമൺ ആയിട്ട് വെളിയിലെടുത്തു. ബാക്കി എ മൈനസ് ബി മൈനസ് എ പ്ലസ് ബി ഇസ് ഇക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab മൈനസ് ബി സ്ക്വയർ മൈനസ് ഇവിടെ ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നു. അപ്പോൾ എന്ത് വരും? മൈനസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇനി ഇവിടെ നമുക്ക് ഇവിടെയും ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയത് എന്തായിട്ട് മാറും? ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയാൽ മൈനസ് എ മൈനസ് ബി എന്നാകും അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ തന്നെ അങ്ങ് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നു. അല്ലേ നമ്മുടെ സ്റ്റെപ്പുകൾ കൂടുതലായിരിക്കുമേ. ഇത് മൈനസ് ആയിട്ട് മാറും. അപ്പോൾ എയും ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവുമാണ്. അപ്പോൾ അത് ക്യാൻസൽ ആയിപ്പോയി. നെഗറ്റീവ് ബിയും കൂടെ നെഗറ്റീവ് 2bx ഇസ് ഇക്വൽ ടു ഇവിടെ എ സ്ക്വയർ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവുമാണ്. അപ്പോൾ അത് ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്തുണ്ട്? നെഗറ്റീവ് 2ab നെഗറ്റീവ് ബി സ്ക്വയറും കൂടെ നെഗറ്റീവ് 2b സ്ക്വയർ എന്നായി. ഇനി ഇതിനെ എങ്ങനെ എഴുതാം? നെഗറ്റീവ് 2bx ഇസ് ഇക്വൽ ടു ഇവിടെ നമുക്ക് എന്ത് കോമൺ എടുക്കാം? 2ഉം കോമൺ എടുക്കാം, ഒരു ബിയും കോമൺ എടുക്കാം. അപ്പോൾ നെഗറ്റീവ് 2b ഞാൻ കോമൺ എടുത്തു.
ബാക്കി ഇവിടെ എന്തുണ്ട്? -2b കോമൺ എടുത്താൽ ബാക്കി a ഉണ്ട്. ഇവിടുന്ന് -2b എടുത്താൽ ബാക്കി ഒരു b ഉണ്ട്. പക്ഷേ ബ്രാക്കറ്റ് ഇട്ടത് കൊണ്ട് ഇവിടുത്തെ സൈൻ മൈനസിന് പകരം പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വയ്യാത്ത ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു നെഗറ്റീവ് സൈൻ ഇട്ടിട്ട് നമ്മൾ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഇടുന്ന ഉടനെ ഈ സൈൻ എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. എന്നാൽ മാത്രമേ നമുക്ക് വാല്യൂ ചേഞ്ച് ഇല്ലാതിരിക്കത്തുള്ളൂ കേട്ടോ. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? ദാ ഈ മുകളിലത്തെ ഇത് തന്നെ കിട്ടും. നോക്കിയാൽ -2b × a എന്ത് കിട്ടും? -2ab. -2b × b എന്ത് കിട്ടും? -2b². കണ്ടല്ലോ. അപ്പോൾ ബ്രാക്കറ്റ് ഇടുന്ന ഉടനെ സൈൻ ചേഞ്ച് ചെയ്താലേ നമ്മുടെ വാല്യൂ ഈക്വലായിട്ട് നിൽക്കത്തുള്ളൂ കേട്ടോ. പിന്നെ ബ്രാക്കറ്റ് ഇടുന്നുണ്ടെങ്കിൽ സൈൻ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കിട്ടുന്ന ആൻസറുകൾ തെറ്റായിരിക്കും. ഇവിടെ ചെയ്തൊക്കെ മനസ്സിലായല്ലോ. -ab ആയിരുന്നു. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയപ്പോൾ ഈ പ്ലസ് മൈനസ് ആയിട്ട് മാറി. ഇവിടെ മൈനസ് ആയിരുന്നു. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയപ്പം ഈ പ്ലസ് എന്തായിട്ട് മാറി? ഇവിടെ മൈനസ് ആയിട്ട് മാറി. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ രണ്ടിടത്തും -2b ഒരേപോലെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ക്യാൻസൽ ആയിട്ട് പോയി. എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി? x = a + b എന്ന് കിട്ടി. x = a + b. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമുക്ക് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ x = a + b എന്നുള്ള ഈ വാല്യൂവിനെ ഞാൻ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇക്വേഷൻ നമ്പർ 1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് x = a + b ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇക്വേഷൻ 1 എന്ന് പറയുന്നത് ഇതാണ്. ഇതിലേക്ക് ഞാൻ എക്സിൻ്റെ പ്ലേസിൽ നമുക്ക് കിട്ടിയ a + b സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതെന്തായിട്ട് മാറും? a - b × a + b. a - b × a + b plus a + b × y = a² - 2ab - b². ബാക്കിയുള്ളതെല്ലാം നമ്മൾ അതേപോലെ തന്നെ എഴുതി. a + b × a - b എന്താണ്? a² - b² plus a + b × y = ഇവിടെ നോക്കിയേ, ഈ a² - b² ഞാൻ ഒരുമിച്ച് എഴുതുവാണ്. a² - b² - 2ab. ഈ a² - b² ഞാനിവിടെ ഒരുമിച്ച് എഴുതി. ഓക്കെ. അപ്പോൾ a² - b² ഇവിടെ നിന്ന് എന്തായിപ്പോവും? ക്യാൻസൽ ആയിപ്പോവും ഇല്ലേ? a² - b² നമുക്കിവിടെ ക്യാൻസൽ ആക്കി കളയാം. ഓക്കെ. ഇല്ലെങ്കിൽ ക്യാൻസൽ ആക്കിയില്ലെങ്കിൽ ഇതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ ഇതെന്തായിട്ട് മാറും? -a² ആകും. ഇത് +b² ആകും. അപ്പോൾ ഇവിടെ ഉള്ളതുമായിട്ട് ഓൾറെഡി ഇത് ക്യാൻസൽ ആയിപ്പോവും. അപ്പോൾ ഈക്വൽസിൻ്റെ രണ്ട് സൈഡിലുമായിട്ടാണെങ്കിൽ ഒരേപോലെ സൈൻ ഉള്ളതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. a² രണ്ടിടത്തും പോസിറ്റീവാണ്, b² രണ്ടിടത്തും നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് ക്യാൻസൽ ആക്കി കളയാം കേട്ടോ. അതായത് ഈക്വൽസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആയിരിക്കണം സൈൻ രണ്ടിൻ്റെയും സൈൻ സെയിം ആയിരിക്കണം. അങ്ങനെയുള്ളതിനെ മാത്രമേ നമുക്ക് അങ്ങനെ ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ. സൈൻ ഡിഫറൻ്റ് ആണെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. സൈൻ ഡിഫറൻ്റ് ആണെങ്കിൽ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നത് എവിടെയാണ്? ഇപ്പോൾ -5 + 3 + 5 ഇങ്ങനെ വരികയാണെങ്കിൽ ഒരേ സൈഡിലാണ്. ഒരേ സൈഡിലുള്ളതിനെ നമുക്ക് സൈൻ ഡിഫറൻ്റ് ആണെങ്കിൽ ക്യാൻസൽ ചെയ്യാം. പക്ഷേ ഈക്വൽസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളതിനെ ക്യാൻസൽ ചെയ്യുമ്പം സൈൻ സെയിം തന്നെ ആയിരിക്കണം കേട്ടോ. ഇനി ബാക്കി എന്താ ഉള്ളത്? a + b × y = -2ab. ഇതിൽ നിന്ന് y എന്ത് കിട്ടും? y = -2ab / a + b. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് a + b എന്നും കിട്ടി. വൈയുടെ വാല്യൂ -2ab / a + b എന്നും കിട്ടി. ഉണ്ടല്ലോ. ഇച്ചിരി നമുക്കൊന്ന് ചെയ്യാൻ ഇച്ചിരി ടഫാണ്. അപ്പോൾ ഇത് ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾ 2-3 പ്രാവശ്യം ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. സൈനുകളൊക്കെ നിങ്ങൾ തെറ്റാതെ പ്ലസും മൈനസും ഒക്കെ നോക്കി ചെയ്യുക കേട്ടോ.
അപ്പോൾ ഞാൻ നന്നായി തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.